നീതീകരണത്തെക്കുറിച്ചും വിശുദ്ധീകരണത്തെക്കുറിച്ചുമുള്ള ആലോചനകളാണല്ലോ റോമർക്കെഴുതിയ ലേഖനത്തിലുള്ളത്. 2-ാം അധ്യായത്തിൻ്റെ 8 വരെയുള്ള വാക്യങ്ങൾ, 9-ാമത്തെ വാക്യത്തിൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. 8-ാമത്തെ വാക്യം, നല്ല പ്രവൃത്തിക്ക് വേണ്ടി വേണ്ടുന്ന സ്ഥിരത കൊണ്ട് തേജസ്സും സത്യമനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. ഹല്ലേലൂയ. ദൈവം നമ്മെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നതിന് ഓരോ വ്യക്തികളെ കുറിച്ചും ഓരോ പർപ്പസ് ദൈവത്തിലുണ്ട്. ശക്തമായി ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസനെ പോലെ എനിക്കാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ ഒരു പക്ഷേ അതിന് കഴിയത്തില്ല. എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ദൈവിക പ്ലാനുകളുണ്ട്, ദൈവിക പദ്ധതികളുണ്ട്. ഞാനായിരിക്കുന്ന ലൊക്കേഷനെ കുറിച്ച്, ഞാനായിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് ദൈവിക നിർണയമുണ്ട്. ഞാൻ ആരോടൊക്കെ സംസാരിക്കണമെന്നും എവിടെ ജോലി ചെയ്യണമെന്നും എങ്ങനെ പ്രവർത്തിക്കണമെന്നും കർത്താവിന്റെ നാമത്തിനായി നാം എങ്ങനെ ഉപയോഗിക്കപ്പെടണമെന്നും ഒക്കെ പരിശുദ്ധാത്മാവിന് പദ്ധതികളുണ്ട്. അതുകൊണ്ട് വലിയ ശക്തമായ ഭൂഖണ്ഡങ്ങളെ സ്വാധീനിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന അഭിഷേകന്മാരുണ്ട്, അല്ലേ? ചില ലോക്കൽ ഏരിയകളിൽ മാത്രം ദൈവത്തെ നാമത്തിനായി പ്രയോജനപ്പെടുന്നവരുണ്ട്, രാജ്യങ്ങളിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരുണ്ട്. എന്നാൽ എനിക്കും രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത് തെറ്റില്ല. എന്നാൽ എനിക്കും രാജ്യങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന പോലെ ഭൂഖണ്ഡങ്ങൾ മാറി മാറി ശുശ്രൂഷ ചെയ്യുന്ന ഒരാളെ പോലെ എനിക്കും ആകണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അതിനൊരു കോളിങ്, ഒരു തെരഞ്ഞെടുപ്പ് ഒക്കെ ആവശ്യമാണ്. നമുക്കറിയാം, ശക്തമായി പ്രയോജനപ്പെടുന്നവരുണ്ട്, എന്നാൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രയോജനപ്പെടുന്നവരുണ്ട്. ദൈവം ചെറിയ രീതിയിലും വലിയ രീതിയിലും ഒക്കെ ഉപയോഗിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണത്, ദൈവത്തിന്റെ ഉദ്ദേശമാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത് 45-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നിലത്തിലെ കരനുറുക്കുകളുടെ ഇടയിൽ ഒരു കരനുറുക്കായിരിക്കെ തന്നെ നിർമ്മിച്ചവനോട് തർക്കിക്കുന്നവന് അയ്യോ കഷ്ടം. നമ്മെ നിർമ്മിച്ച കർത്താവിനോട് തർക്കിക്കുവാൻ നമുക്ക് പെർമിഷൻ ഇല്ല. നമ്മെ നിർമ്മിച്ചവനോട് തർക്കിക്കുന്നവന് അയ്യോ കഷ്ടം. മെനയുന്നവനോട് കളിമണ്ണ് നീ എന്തുണ്ടാക്കുന്നു, കളിമണ്ണിന് ചോദിക്കാനുള്ള റൈറ്റ് ഇല്ല, അല്ലേ? നമുക്കറിയാം, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലേ, കുശവന്റെ ഭവനത്തിലേക്ക് ദൈവം അവനെ അയക്കുന്ന, കളിമണ്ണിനെ രൂപാന്തരപ്പെടുത്തുന്ന കർത്താവിനെ കുറിച്ചൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്, അല്ലേ? അപ്പോൾ നിർമ്മിച്ചവനോട് തർക്കിക്കുവാൻ നമുക്ക് അവകാശമില്ല. മാത്രമല്ല, മെനയുന്നവനോട് ചോദിപ്പാൻ, നീ എന്തുണ്ടാക്കുന്നു, എന്നെ എങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടത്, എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്, എന്തുണ്ടാക്കുമെന്ന് ചോദ്യം ചെയ്യുവാനായിട്ട് നമുക്ക് അനുവാദമില്ല. കൈപ്പണി അവന് കൈയില്ല എന്നും പറയുന്നു. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ്. നമ്മെ എങ്ങനെ മെനയണമെന്നും ഏത് പാത്രമാക്കണമെന്നും എങ്ങനെ ഉപയോഗിക്കണമെന്നും ഏത് സ്ഥലത്ത് ഉപയോഗിക്കണമെന്നും എപ്രകാരം പ്രയോജനപ്പെടുത്തണമെന്നും ഒക്കെ തീരുമാനിക്കുന്ന ആരാണ്? കർത്താവാണ്, അല്ലേ? ദൈവം നമുക്ക് നിയോഗങ്ങളെ തരും, അല്ലേ? അനീതി എന്താണെന്ന് കാണിക്കും, നീതി എന്താണെന്ന് കാണിക്കും. എന്നാൽ 8-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, അല്ലേ? അനീതി, സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക്, സത്യം മനസ്സിലായിട്ടും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് മനസ്സിലായിട്ടും ദൈവത്തിന്റെ ഉദ്ദേശം അറിയാമായിരുന്നിട്ടും അത് മനസ്സിലാക്കിയിട്ടും അത് അംഗീകരിക്കാതെ അനീതിയിൽ രസിക്കുന്ന വ്യക്തികളുണ്ട്. അവർക്ക് കോപവും ക്രോധവും വെളിപ്പെടുമെന്ന് നമുക്ക് കാണാൻ കഴിയും. കർത്താവ് നിശ്ചയമായിട്ട് വന്നത് സുരഭാനിക്കാരി സ്ത്രീയോട് സംസാരിക്കുന്ന ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നു. കർത്താവ് ആർക്ക് വേണ്ടിയാണ് വന്നത്? യഹൂദന്മാർക്ക് വേണ്ടിയാണ് വന്നത് എന്ന് കർത്താവ് തന്നെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ജാതികൾക്ക് വിശ്വാസത്താൽ ദൈവത്തിൽ പ്രാപിക്കാൻ കഴിയും. അതുകൊണ്ടാണ് സുരഭാനിക്കാരി സ്ത്രീയോട് പറഞ്ഞത്, നീ അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ നിനക്ക് സൗഖ്യം ലഭിക്കട്ടെ, നിന്റെ മകൾക്ക് സൗഖ്യം ലഭിക്കട്ടെ എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ പർപ്പസ് യഹൂദന്മാർക്ക് വേണ്ടിയാണ് കർത്താവ് വന്നതെങ്കിലും, എന്നാൽ പിന്നീട് അപ്പോസ്തല പ്രവൃത്തികളിലും അപ്പോസ്തലന്മാരുടെ പ്രസംഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, യഹൂദന്മാർ ഈ രക്ഷയെ ഗണ്യമാക്കാതിരുന്നത് കൊണ്ട്, ഈ രക്ഷയെ നിരസിച്ചത് കൊണ്ട് ജാതികളിലേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി മാറ്റപ്പെടുന്നത് കാണാൻ കഴിയും. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചതിനെ കുറിച്ച് പത്രോസിന്റെ മുമ്പിൽ ഇറങ്ങി വന്ന തൊട്ടിയും, അല്ലെ, ജാതികളെ കുറിച്ചുള്ള വെളിപ്പാടും കൊർന്നേലിയോസിന്റെ ഭവനത്തിലെ ശുശ്രൂഷയൊക്കെ നമ്മൾ ധ്യാനിച്ചതാണ്. എന്നാൽ പൗലോസിന്റെ ശുശ്രൂഷയിൽ അതുപോലെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ യഹൂദന്മാർ അംഗീകരിക്കാത്തത് കൊണ്ട് ജാതികളിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം പോകുന്നു, ജാതികൾ തിരഞ്ഞെടുക്കപ്പെടുമെന്നും കാണാൻ കഴിയുന്നുണ്ട്. നാം യഹൂദന്മാരല്ല, ജാതികളിൽപ്പെട്ടവരാണ്. കർത്താവിനോട് കരുണ കാണിച്ചതുകൊണ്ടാണ് ഈ വിശ്വാസത്തിലായിരിക്കാൻ നമുക്ക് കഴിയുന്നത്. പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 44 വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പിറ്റേ ശബത്തിൽ പട്ടണം മുഴുവനും ദൈവം
കേൾപ്പാൻ വന്നുകൂടി. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ പറഞ്ഞാൽ ഇവര് വിശ്വാസത്തിൽ വരുത്തുമില്ല, ഇവര് ദൈവപ്രവൃത്തി അംഗീകരിക്കുന്നതില്ല, എന്നാൽ പുരുഷാരം വർദ്ധിക്കുന്ന കാണുമ്പോൾ ഇവർക്ക് അസൂയാകുന്നു. ദുഷിച്ചുകൊണ്ട് 46-46 വാക്യം. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യമുണ്ട്. കണ്ടോ, ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു. നിങ്ങൾക്കാണ്, യഹൂദന്മാർക്കാണ് ഇത് ആദ്യമായിട്ട് ദൈവജനത്തിന്റെ പ്രവൃത്തി യേശുക്രിസ്തുവിനെ അംഗീകരിക്കേണ്ട ആവശ്യകത ഉള്ളത് നിങ്ങൾക്കാണ്. ആദ്യം നിങ്ങളോട് പറയേണ്ടത് ആവശ്യമായിരുന്നു. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്തു? അതിനെ തള്ളി. ഈ സുവിശേഷം തള്ളിക്കളയുമ്പോൾ എന്തുകൊണ്ടാണ് തള്ളിക്കളയുന്നത്? എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുന്നത്? നിത്യജീവനോടാണ്. ഒരാളെ യേശുവിനെ തള്ളിക്കളയുമ്പോൾ, ഒരാളെ സുവിശേഷത്തെ തള്ളിക്കളയുമ്പോൾ അവന് നഷ്ടമാകുന്നത് ഒരു മത പ്രചാരണ ചിന്തകളോ അല്ലെങ്കിൽ ഒരു മതത്തിന്റെ കാര്യങ്ങളോ അല്ല. അവൻ നഷ്ടപ്പെടുന്നത് എന്താണ്? നിത്യജീവനാണ്. അപ്പൊ യഹൂദന്മാർ നിത്യജീവനെ തള്ളിക്കളഞ്ഞ് അയോഗ്യരെന്ന് വിധിച്ചു കളയുന്നതിനാൽ, കണ്ടോ, ഓരോ തീരുമാനങ്ങളോ, യഹൂദന്മാരായ നിങ്ങൾ ദൈവത്തെ അംഗീകരിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ആവശ്യമായ ദൂത് തന്നിട്ട് വന്ന് റിസീവ് ചെയ്യാനെന്ന് മനസ്സിലാത്തതുകൊണ്ട് ഞാൻ എവിടേക്ക് പോകുന്നു? ജാതികളുടെ അടുത്തേക്ക് പോകുന്നു. ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു, ദൈവത്തിന്റെ പ്ലാനായിരുന്നു. അപ്പോസ്തലർ 18-ാം അധ്യായത്തിൽ നമുക്ക് അതുപോലെ കാണാൻ കഴിയുന്നുണ്ട്. ഓടിച്ചൊന്ന് വായിച്ചു 18-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ. ശിലാസും കണ്ടോ, ആരുടെ മുമ്പിലാ സാക്ഷീകരിക്കുന്നത്? യഹൂദന്മാരുടെ മുമ്പിൽ സാക്ഷീകരിക്കുകയാണ്. പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി കൊണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. എന്നാൽ അവർ എന്നാൽ യഹൂദന്മാർ സമ്മതിക്കാൻ തയ്യാറായത്. അതാണ് അനീതി. സത്യം അനുസരിക്കാതെ അനീതിയിൽ രസിക്കുക എന്നുള്ള പദം കൊണ്ടാണ് റോമർക്ക് എഴുതിയത് നാം കണ്ടത്. സത്യം അവർക്കറിയാം, അല്ലേ? യേശു കർത്താവാണ് ലോകരക്ഷിതാവെന്നും നിത്യജീവനം നൽകുന്നവനും ഒക്കെ യഹൂദന്മാർക്ക് അറിയാമെങ്കിലും അവർ അത് ഹൃദയം കൊണ്ടും പരമാർത്ഥമായി നിരസിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അവരെന്ത് ചെയ്തതാണ്? വസ്ത്രം കുടഞ്ഞിട്ട് അവർ പറയുകയാണ്, നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ. കണ്ടോ, അവിടെ ഞാൻ എന്ത് ചെയ്യും? ജാതികളുടെ അടുക്കലേക്ക് പോകും. അപ്പോൾ യഹൂദന്മാർ വിശ്വസിക്കാഞ്ഞത് കൊണ്ട്, എതിർപ്പറഞ്ഞത് കൊണ്ട്, നിരസിച്ചത് കൊണ്ട് അതിന്റെ ഗുണം ആർക്കാണ് ലഭിച്ചത്? ജാതികളായിട്ടുള്ള മനുഷ്യർക്ക്, പ്രത്യേകിച്ച് നമുക്കാണ് അതിന് ഗുണം ലഭിച്ചത്. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-16 ഇതേ വാക്യങ്ങൾ നമുക്ക് യഹൂദന്മാരെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ യഹൂദർ കർത്താവായ യേശുവിനെയും നമ്മൾ ഇസ്രായേൽ എന്ന് കേൾക്കുമ്പോൾ ഇസ്രായേൽ രാജ്യത്തെ കുറിച്ച് നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു മതിപ്പൊക്കെ വരും, അല്ലെ? മതിപ്പൊക്കെ നല്ലതാണ്. പക്ഷെ ഇവരെന്ത് ചെയ്തവരാണ്? ഇവരുടെ പാരമ്പര്യത്തിലേക്ക് നോക്കുമ്പോൾ എന്ത് ചെയ്തു? അവർ കർത്താവിനെ ക്രൂശിച്ചവരാണ്, അല്ലെ? സ്വന്തം പ്രവാചകന്മാരെ എന്ത് ചെയ്തു? കൊന്നവരാണ്. ശുശ്രൂഷിക്കുന്ന ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരാണ്. ഇവരെല്ലാം മനുഷ്യർക്കും വിരോധികളാണ്. ഇനി ജാതികൾ രക്ഷിക്കപ്പെടണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടോ? അവരോ രക്ഷിക്കപ്പെടുന്നില്ല, അവരോ കർത്താവിനെ അംഗീകരിക്കുന്നില്ല, സ്വീകരിക്കുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാണ്? ജാതികൾ ഈ സുവിശേഷം അറിയുന്നതിൽ എതിർക്കുകയും ചെയ്യുന്നു, വിലക്കുന്നവരുമാകുന്നു. അങ്ങനെ എന്താണ് അതിന്റെ ഫലം? എന്താണ്? ദൈവക്രോധം അവരുടെ മേൽ മുഴുത്ത് വന്നിരിക്കുന്നു. ഇപ്പോഴും അവർക്ക് യുദ്ധങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നുണ്ടല്ലേ? യുദ്ധങ്ങൾ നൃത്തം ചെയ്യുന്ന കർത്താവിൽ ആശ്രയിപ്പാൻ അവർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇപ്പോഴും അവർ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു ജാതി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണെങ്കിലും യേശുവിനെ അംഗീകരിക്കുക, യേശുവിനെ കൊന്നവരാണ്, യേശുവിനെ തള്ളിപ്പറഞ്ഞവരാണ്, പ്രവാചകന്മാരെ കൊന്നവരാണ്. പക്ഷെ അവർക്കും രക്ഷ പ്രാപിക്കണമെങ്കിൽ ആരെ അംഗീകരിച്ചേ മതിയാകത്തുള്ളൂ? യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവ് കർത്താവുമായി സ്വീകരിച്ചേ മതിയാകത്തുള്ളൂ. എന്നാലേ പുതിയ നിയമ ഇസ്രായേൽ എന്നുള്ള പദവിയിലേക്ക് അവർക്ക് വരുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അവർ ദൈവത്തെ ഉപേക്ഷിച്ചത് കൊണ്ട് എന്താണ് സംഭവിച്ചത്? ദൈവക്രോധം അവർക്ക് വ്യാപരിക്കും. അതുകൊണ്ട് 8-ാം വാക്യത്തിൽ പറയുന്ന അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. ദൈവത്തിന്റെ കോപത്തെ കുറിച്ച് നഹൂമിൽ എഴുതിയിട്ടുണ്ട്. നഹൂം 1-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളിൽ ദൈവത്തിന്റെ ക്രോധത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവന്റെ ക്രോധത്തിന്റെ മുമ്പിൽ ആർ നിൽക്കും? അവന്റെ ഉഗ്ര കോപത്തിങ്കൽ ആർ നിവർന്നു നിൽക്കും? അവന്റെ ക്രോധം തീ പോലെ എറിയുന്നു, പാറകളെ പോലും വിളർക്കുന്ന രീതിയിലുള്ള ക്രോധമാണ് ദൈവത്തിന്.
വാക്യത്തിന്റെ, അവന്റെ ക്രോധത്തിന്റെ മുമ്പിൽ ആർക്കും പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല, നിവർന്നു നിൽക്കുവാൻ കഴിയത്തില്ല. എന്നാൽ 7-ാം വാക്യത്തിൽ ഒരു ആശ്വാസവാക്യം കൊണ്ട് എഴുതിയിരിക്കുന്നു. യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണവുമാകുന്നു, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. 2 സ്വഭാവ ഗുണങ്ങൾ ആ 6-7 വാക്യങ്ങളിൽ ദൈവത്തെ കുറിച്ച് എഴുതി വച്ചിരിക്കുക. പാറകളെ പുലർക്കുന്ന രീതിയിലുള്ള കോപമുള്ളവൻ, ക്രോധമുള്ളവൻ. അവന്റെ ക്രോധത്തിന്റെ മുമ്പിൽ ആർക്കും നിവർന്നു നിൽക്കുവാൻ കഴിയത്തില്ല, അവന്റെ ക്രോധത്തിന് മുമ്പിൽ ആർക്കും നിൽപ്പാൻ കഴിയത്തില്ല. 7-ാം വാക്യത്തിൽ പറയുന്നു, അവൻ നല്ലവനാണ്, കഷ്ട ദിവസത്തിൽ അവൻ ശരണമാണ്, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. അല്ലേ? അപ്പോൾ കോപമുള്ള ദൈവമാണെങ്കിലും, പാറകൾ പുലർന്നു പോകുന്ന രീതിയിൽ ക്രോധമുള്ള ദൈവമാണെങ്കിലും, തങ്ങൾ ആശ്രയിക്കുന്നവരെ കർത്താവ് അറിയുന്നുണ്ട്. കഷ്ട ദിവസത്തിൽ അവർക്ക് അവൻ നല്ലവനാണ്, ശരണമാണ് എന്ന് കാര്യം. അതുകൊണ്ടാണ് ഇതേ വാക്യങ്ങൾ തന്നെയാണ് റോമർക്ക് എഴുതുന്നത് പറയുന്നത്. അനീതി സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് എന്ത് ലഭിക്കും? എന്നാൽ അന്വേഷിക്കുന്നവർക്ക്, തേജസ് അന്വേഷിക്കുന്നവർക്ക്, മാനം അന്വേഷിക്കുന്നവർക്ക്, അക്ഷത അന്വേഷിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിപ്പാനിടയാകും. ഒരേ 2 വാക്യങ്ങളിൽ ഒരേ 2 സ്വഭാവ ഗുണങ്ങൾ. ദൈവത്തെ സേവിക്കുന്നവർ, ആശ്രയിക്കുന്നവരെ അറിയുന്ന, ശരണമാക്കുന്നവരെ നിത്യജീവൻ നൽകുന്ന ഒരു ദൈവത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ കഷ്ടവും സങ്കടവും 9-ാമത്തെ വാക്യം വായിച്ചതിലേക്ക് പോകാം. തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും 9-ാമത്തെ വാക്യം 2:9 റോമൻ 2:9 തിന്മ ആ വാക്യം വായിച്ചിട്ടുള്ള വാക്യം വായിക്കും. തിന്മ പ്രവർത്തിക്കുന്ന റോമൻ 2:9 തിന്മ പ്രവർത്തിക്കുന്നവന് കഷ്ടവും സങ്കടവും വരും. അത് ആദ്യം പ്രയോറിറ്റി യഹൂദന് പോകും, പിന്നെ യവന് വരും. നന്മ പ്രവർത്തിക്കുന്നവനും അതുപോലെ തന്നെ മഹത്വം ലഭിക്കും, മാനം ലഭിക്കും, സമാധാനം ലഭിക്കും. ആദ്യമാർക്ക് ലഭിക്കും, യഹൂദനും പിന്നെ യവനും ലഭിക്കും. നോക്കണമേ, ഈ കഷ്ടമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചില കഷ്ടങ്ങളുണ്ടല്ലേ. നമ്മുടെ ജോലിയെ കുറിച്ചുള്ള, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള, നമ്മുടെ ദൈനംദിന ജീവിതത്തെ കുറിച്ചുള്ള കഷ്ടങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പൗലോസ് കടന്നുപോയ ചില കഷ്ടങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 3-ാം ശുശ്രൂഷയ്ക്ക് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരുന്നത്, അതുപോലെ ഇടർച്ച വരുന്നത്. അതുകൊണ്ട് ഞങ്ങളെ തന്നെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. എന്തൊക്കെയായിരുന്നു അവരുടെ കഷ്ടങ്ങൾ? ബഹുസഹിഷ്ണുത, കഷ്ടമുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായിരുന്നു, സങ്കടമുണ്ടായിരുന്നു, തല്ലുണ്ടായിരുന്നു, തടവുണ്ടായിരുന്നു, കലഹം, അധ്വാനം, ഉറക്കളപ്പ്, പട്ടിണി. ഇത്രയും സഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ ഇതിനകത്തിരിക്കുന്നത്? അല്ലേ? ആരുമില്ല. പൗലോസ് അനുഭവിച്ച കഷ്ടങ്ങൾ, നമ്മുടെ കഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട്. ഒരു പനി, അല്ലേ, ഒരു അസ്വസ്ഥത, ഒരു സാലറി ലഭിക്കാത്ത അനുഭവം, അല്ലെങ്കിൽ വിസ ഇല്ലാത്ത അനുഭവം, ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് നമുക്ക്. എന്നാൽ പൗലോസ് ശുശ്രൂഷയിലുള്ള പൗലോസിന്റെ കഷ്ടപ്പാടുകൾ എന്തൊക്കെയായിരുന്നു? തല്ലവന് ലഭിച്ചു, തടവന് ലഭിച്ചു, കലഹമുണ്ടായിരുന്നു, അധ്വാനമുണ്ടായിരുന്നു, ഉറക്കളപ്പുണ്ടായിരുന്നു. നമ്മൾ വേണം മൊബൈൽ നോക്കിയിട്ടായിരിക്കും നമുക്ക് ഉറക്കളപ്പുള്ളത്, അല്ലേ? 12 മണിയായാലും 1 മണിയായാലും മൊബൈൽ കാത്തു വെക്കാത്തതുകൊണ്ട് ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നമുക്കൊരു ഉറക്കളപ്പും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകും. എന്നാൽ ശുശ്രൂഷ സംബന്ധിച്ച് കലഹം അനുഭവിക്കുന്നവൻ, അധ്വാനം, പട്ടിണി, അല്ലേ? അതേപോലെ ഒരു ഭാഗത്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒരു ഭാഗത്ത് താൻ നിർമ്മലത അനുഭവിച്ചു, പരിജ്ഞാനം ലഭിച്ചു, ദീർഘക്ഷമ പ്രാപിച്ചു, ദയ ലഭിച്ചു, പരിശുദ്ധാത്മാവ് എഴുതുമ്പോൾ അവിടെ എല്ലാം ഉണ്ട്. അന്യഭാഷ, പ്രവചനം, ശുശ്രൂഷകൾ, കൃപാവരങ്ങൾ, പരിശുദ്ധാത്മാവിനെ അവൻ ലഭിച്ചു. നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി. ഹല്ലേലൂയ. ഒരു ഭാഗത്ത് ഉറക്കളപ്പുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ഭാരമുണ്ട്, കഷ്ടതയുണ്ട്, സങ്കടമുണ്ട്, കലഹമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും മറുഭാഗത്ത് എന്തുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്, നിർവ്യാജ സ്നേഹമുണ്ട്, ദൈവശക്തിയുണ്ട്. എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനമുണ്ട്, അപമാനമുണ്ട്. എല്ലാവരും മാനിക്കണമെന്നില്ല, ചിലർ അപമാനിക്കും, അല്ലേ? പൗലോസിനെതിരെ നിന്ന ആൾക്കാരുണ്ട്, വചനത്തിൽ കാണുന്നുണ്ട്. അപമാനിക്കുന്നവരുണ്ട്, മാനിക്കുന്നവരുണ്ട്. മാനാപമാനങ്ങൾ, ദുഷ്കീർത്തി. എല്ലാവരും നല്ല പറയത്തില്ല, ചിലർ ദുഷ്കീർത്തി പറയും, സൽകീർത്തി പറയുന്നവരുണ്ട്. ദുഷ്കീർത്തി, സൽകീർത്തികളും
സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും നല്ലവണ്ണം എല്ലാവരും അറിയുന്നവർ, മരണകരമായ അവസ്ഥകളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും ദൈവത്തിന്റെ ശക്തിയാൽ ജീവിക്കുന്നവർ, ശിക്ഷിക്കപ്പെടാറുണ്ട് അല്ലെ. പല പ്രാവശ്യം 39 തവണ അടിയേറ്റ മനുഷ്യനാണ് പൗലോസ് അല്ലെ. ശരീരമൊക്കെ കീറി മുറിക്കപ്പെട്ടതാണ്, എന്നാൽ താൻ ജീവിക്കുന്നു അല്ലെ. ശിക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിലും കൊല്ലപ്പെടാത്തവരായി ജീവിക്കുന്നു. ദുഃഖിതരാണ്, എന്നാൽ എപ്പോഴും എന്ത് ചെയ്യാം, സന്തോഷിക്കുന്നവരാണ്. ദരിദ്രരാണ് എങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരാണെങ്കിലും കൈവശമുള്ളവർ. അപ്പം ആത്മീയ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ മുന്നേറുന്നവര് എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ക്ലിയർ പിക്ചറാണ് പൗലോസ് ഇവിടെ തരുന്നത് അല്ലെ. ഒരു ഭാഗത്ത് നമുക്കിതൊന്നും ഇല്ലെങ്കിലും പൗലോസ് പറയുന്നത് ശ്രദ്ധിച്ചു നോക്കിയേ. ഒരു ഭാഗത്ത് തന്നെ കഷ്ടതയുണ്ട്, കലഹമുണ്ട്, പട്ടിണിയുണ്ട്, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും മറുഭാഗത്ത് താൻ പരിശുദ്ധാത്മാവിനെ ആസ്വദിക്കുന്നു, ദൈവശക്തി ആസ്വദിക്കുന്നു. ഹല്ലേലൂയ. താഴോട്ട് വരുമ്പോൾ ദുഃഖമുണ്ടാകുന്ന അനുഭവങ്ങളുണ്ട്, എന്നാൽ സന്തോഷിക്കുന്നവരാണ്. ദാരിദ്ര്യത്തിൽ കൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ട്, എന്നാൽ സമ്പന്നരെ പലരെയും സമ്പന്നരാക്കാൻ ദൈവം അവർക്ക് ശക്തി നൽകുന്നു. ഒന്നുമില്ലാത്തവരാണ്, എന്നാൽ എല്ലാം അവകാശമുള്ളവരായി തന്നെ ജീവിക്കുമ്പോൾ, അതായത് ബലഹീനതയിൽ ദൈവത്തിന്റെ ശക്തി തികഞ്ഞു വരുന്നു എന്ന ഒറ്റ പദത്തിൽ നമുക്കതിനെ കൊണ്ടുവരാൻ പറ്റും അല്ലെ. പ്രതിസന്ധികളുടെ ഇടയിൽ പ്രതിസന്ധികൾ ഇല്ലാഞ്ഞിട്ടല്ല, ഭാരങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, ക്രിസ്തീയ ജീവിതം പട്ടുമത്തയല്ല. ആളുകൾ പ്രതിസന്ധികളുണ്ട്, ഭാരങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ശുശ്രൂഷ നിമിത്തമാണെന്ന് ഓർക്കണം. നമ്മെ സംബന്ധിച്ച് ശുശ്രൂഷ നിമിത്തം ഈ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ ഒരാഴ്ചയിൽ ആരാധിക്കാൻ വരുന്നു, ക്രിസ്ത്യനിക്ക് വരുന്നു, കടന്നു പോകുന്നു, പ്രാർത്ഥിക്കുന്നു അല്ലെ. കലഹം അനുഭവിക്കുന്നില്ല, പട്ടിണി അനുഭവിക്കുന്നില്ല, രാജാക്കന്മാരെ കൊണ്ടൊന്നും പ്രശ്നമില്ല. ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ പല സ്ഥലങ്ങളിലും ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ല. ആരാധനയുടെ ഇടയിലേക്ക് മറ്റ് മതവിദ്വേഷികൾ പ്രവേശിച്ച് അടി കൊടുക്കുന്നു അല്ലെ, അവരെ തുരത്തി ഓടിക്കുന്നു, പലവിധ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിന്റെ നടുവിൽ പരിശുദ്ധാത്മാവിലും ദൈവശക്തിയിലും സന്തോഷിക്കുവാൻ കഴിയുക. അതുകൊണ്ടാണ് ഇവിടെ വചനം പറയുന്നത്, നന്മ പ്രവർത്തിക്കുന്ന ഏവനും എന്ത് ചെയ്യും, മഹത്വവും മാനവും സമാധാനവും ലഭിക്കും. ആദ്യമേ യഹൂദനും, പിന്നെ 11ാമത്തെ വാക്യം, ദൈവത്തിന് എന്തില്ല, മുഖപക്ഷം ഇല്ല എന്നാണ്. ഇതിലേക്ക് നമുക്ക് വരാം. ലൂക്കോസ് സുവിശേഷം 12ാം അധ്യായത്തിന്റെ 45 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. ഒരു ദാസന്, ഒരു യജമാനൻ, ഒരു ഗ്രഹവിചാരകനാണ് തന്റെ ദാസൻ. തന്റെ ദാസനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് ദൂരദേശത്തേക്ക് പോകുന്ന ഒരു യജമാനനെ കുറിച്ചുള്ള ഒരു ഉപമ കർത്താവ് പറയുന്നുണ്ട്. അതിന്റെ 12ാമത്തെ അധ്യായത്തിന്റെ 45 വരെയുള്ള വാക്യങ്ങളിൽ ദാസൻ ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. എന്നാൽ ദാസൻ യജമാനൻ എന്താ, താമസിച്ചേ വരികയുള്ളൂ എന്ന് ഹൃദയത്തിൽ പറഞ്ഞു. യേശു കർത്താവ് വരാൻ താമസിക്കും അല്ലെ. കർത്താവായ യേശുവേ വേഗം വരണേ എന്നൊക്കെ നമ്മള് എല്ലാ ആഴ്ചയിലും കൈ ഉയർത്തി അല്ലെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിന്റെ അകത്തൊരു ചിന്തയുണ്ട്, ഇപ്പോഴും വരാൻ സാധ്യതയില്ല അല്ലെ. അങ്ങനെയുള്ള ചിന്തയുള്ളവരുണ്ടോ? അതോ എന്റെ കർത്താവ് നാളെ വരും അല്ലെ ഈ മാസം വരും, ഞാൻ അതിനുവേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്ന ചിന്തയാണ് അകത്തുള്ളത്. നമ്മുടെയൊക്കെ മനസ്സിൽ കർത്താവേ വേഗം വരണമെന്ന് പറഞ്ഞാലും അകത്തൊരു ചിന്തയുണ്ട്, കർത്താവ് ഇപ്പൊ വന്നാൽ അല്ലേ എന്റെ കാര്യം എങ്ങനെയൊക്കെ ആകും, കർത്താവ് വരുമോ, വരത്തില്ലായിരിക്കും. അതുപോലാണ് ഈ ദാസൻ പറയുന്നത്. യജമാനൻ എന്ത് ചെയ്യാം, താമസിച്ച് വരാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് അവിടെ മറ്റു ബാല്യക്കാരുണ്ട്, ബാല്യക്കാരുകളുണ്ട്. ഇദ്ദേഹം അത് ആ വീട്ടിലെ ഗ്രഹവിചാരകനാണ്, യജമാനന്റെ അടുത്ത പൊസിഷനാണ്, ദാസനാണ്. യജമാനൻ ഭവനത്തിലില്ല, ദൂരദേശത്ത് പോയിരിക്കുകയാണ്. എന്നാൽ തന്റെ കീഴിൽ ബാല്യക്കാരികളുണ്ട്, ബാല്യക്കാരന്മാരുണ്ട്. അവരെ എന്ത് ചെയ്തു, തല്ലുവാനും തിന്നുകുടിച്ച് മതിപ്പാനും തുടങ്ങിയാൽ അവൻ പ്രതീക്ഷിക്കാത്ത ഒരു ദിവസം ആര് വരും, അറിയാത്ത നാഴികയിൽ. അപ്പം കർത്താവ് വരാൻ ലേറ്റാകുമെന്നൊക്കെ നമ്മുടെ മനസ്സിൽ അകത്ത് ചിന്ത ഉണ്ടെങ്കിലും ചിലപ്പോൾ എന്ത് ചെയ്യും, അറിയാത്ത നാഴികയിൽ ആര് വരും, കർത്താവ് വരാനായിട്ട്, യജമാനൻ വരാനായിട്ട് സാധ്യതയുണ്ട്. അവൻ നോക്കിയിരിക്കാത്ത നാളിൽ, അറിയാത്ത സമയത്ത് ആ ദാസന്റെ യജമാനൻ വന്നാൽ എന്ത് സംഭവിക്കും, അവനെ ദണ്ഡിപ്പിക്കും. കാരണം എന്താണ്, അവന്റെ കീഴിലുള്ള ബാല്യക്കാരെ തല്ലുകയും തിന്നുകുടിച്ച് മതിപ്പാനും തുടങ്ങിയത് കൊണ്ട് അവൻ എന്ത് ചെയ്തു, യജമാനൻ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും, അവനെ ദണ്ഡിപ്പിച്ച് അവിശ്വാസികളോടുകൂടെ പങ്കുവെപ്പിക്കും. ഇനി അടുത്ത വാക്യമാണ് നമ്മെ ഒന്ന് ഞെട്ടിപ്പിക്കുന്ന വാക്യം, 47ാമത്തെ. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും
അവന്റെ ഇഷ്ടം ചെയ്യാതെ ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളു. ഹല്ലേലൂയ. രക്ഷയുണ്ട്, അഭിഷേകമുണ്ട്, നിത്യജീവനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, അടിയും കൂടെ ഉണ്ട്. യജമാനന്റെ ഇഷ്ടമനുസരിക്കുന്നില്ലെങ്കിൽ, ഇഷ്ടമറിഞ്ഞൊരുങ്ങുന്നില്ലെങ്കിൽ, ഇഷ്ടം ചെയ്യാതിരിക്കുന്നില്ലെങ്കിൽ എന്ത് ലഭിക്കും? അടികൾ. ഇനി അടിയുടെ ആ വ്യത്യാസം താഴത്തെ വാക്യം എഴുതിയിട്ടുണ്ട്. അടിക്കുള്ള വ്യത്യാസമുണ്ട്. അധികം അറിയാത്തവരാണെങ്കിൽ, അധികം ശുശ്രൂഷയിൽ പ്രയോജനപ്പെടാത്തവരാണെങ്കിൽ കുറച്ച് അടികൊള്ളും. വളരെ ലഭിച്ചവനോടോ വളരെ ആവശ്യപ്പെടും. അധികം പരിശുദ്ധാത്മാവിൽ നിറയുന്നുണ്ടെങ്കിൽ, അധികം അന്യഭാഷയിൽ നിറയുന്നുണ്ടെങ്കിൽ, അധികം പ്രവചനത്തിൽ നിറയുന്നുണ്ടെങ്കിൽ, അധികം ശുശ്രൂഷയിൽ നിറയുന്നുണ്ടെങ്കിൽ എന്താണ്? അധികം കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കും, അധികം നമ്മിൽ നിന്ന് ആവശ്യപ്പെടും. അധികം ഏറ്റി വാങ്ങിയവനോട് അധികം ചോദിക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൈവാത്മാവിൽ നാം നിറയപ്പെടുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റികൾ കൂടുകയാണ്. ശുശ്രൂഷയിൽ നാം ദൈവത്താൽ പ്രയോജനപ്പെടുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റികൾ കൂടുകയാണ്. ദൈവം ഉത്തരവാദിത്തത്തോടെ നമ്മളെ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ ഉത്തരവാദിത്തത്തോടെ നാം ആയിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ അല്ലേ യജമാനൻ തിരിച്ചു വരുന്ന സമയമുണ്ട്, അല്ലേ? നാം അറിയാത്ത നാഴികയിൽ, ചിന്തിക്കാത്ത സമയത്ത് അവൻ കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരും. ഇനി റോമർ എഴുതിയ 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തോടെ നമുക്ക് വരാം. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷം ഇല്ല. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ല. 2 ദിനവൃത്താന്തം 19-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലാകിയാൽ യഹോവാ ഭയം നിങ്ങളിൽ ഇരിക്കട്ടെ. ആ ഭാഗം വായിച്ചു നമുക്ക് 1-2 വാക്കുകൾ ചൊല്ലി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആയാൽ യഹോവാ ഭയം 2 ദിനവൃത്താന്തമാണ്. 2 നിങ്ങളിരിക്കട്ടെ, സൂക്ഷിച്ച് പ്രവർത്തിച്ചുകൊള്ളുവിൻ. നമ്മുടെ ദൈവമായ യഹോവയുടെ പക്കൽ അന്യായവും മുഖപക്ഷവും കൈക്കൂലി വാങ്ങുന്നതുമില്ലല്ലോ. കർത്താവിന് എന്തെങ്കിലും കൊടുത്ത് കർത്താവിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാമെന്ന് ചിന്തിക്കണ്ട, അല്ലേ? നമ്മുടെ ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ ഇപ്പോൾ കൈക്കൂലി കൊടുക്കാവുന്ന ഒരു പരിപാടി നടക്കത്തില്ല, അല്ലേ? ഒന്നീ വീട്ടിൽ കൊണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ കാറിൽ കൊടുക്കണം. എന്തെങ്കിലും കൊടുത്താലേ അവരത് കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. എന്നാൽ ദൈവത്തിന് എന്തെങ്കിലും കൊടുത്തിട്ട് അവന് പ്രാപിക്കാമെന്ന് ചിന്തിക്കണ്ട. ഹല്ലേലൂയ. അവന്റെ പക്കൽ അന്യായമില്ല, അവന്റെ പക്കൽ മുഖപക്ഷമില്ല. അത് തന്നെയാണ് റോമർ എഴുതിയ 2:10 പറയുന്നത്, ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ല. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 44-ും 45-ാമത്തെ വാക്യങ്ങളിലും കർത്താവ് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാനും നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ദൈവസഭയിൽ ആരും നമുക്ക് ശത്രുക്കളായിട്ടില്ല. നമുക്കൊരു പൊതുശത്രുവേ ഉള്ളൂ, അത് പിശാചാണ്. എങ്കിലും നമ്മുടെ ഹൃദയത്തിനകത്ത് ചെറിയ അസ്വസ്ഥത ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ, പ്രയാസമുള്ളവരോടൊക്കെ ഉണ്ടെങ്കിൽ, മനസ്സിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ ഉള്ളവരോടുണ്ടെങ്കിൽ കർത്താവ് അങ്ങനെയുള്ളവരെ നോക്കി പറയുകയാണ്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. എന്താണ് കാര്യം? സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടത് തന്നെ. എന്തുകൊണ്ടാണ് സ്വർഗസ്ഥനായ പിതാവിന് നിങ്ങളുടെ പുത്രന്മാരായി തീരേണ്ടത്? കാരണം എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ ഇടപെടൽ, ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരോടുമുള്ള ദൈവത്തിന്റെ ഇടപെടൽ ഒരുപോലെയാകുന്നു. അവന് മുഖപക്ഷമില്ല. നമ്മൾ അതിശയിക്കാറില്ലേ? ആദ്യ ദൈവത്തെ ആരാധിക്കാത്ത, വിഗ്രഹത്തെ സേവിക്കുന്ന മറ്റ് സമുദായങ്ങളും ജാതികളിൽപ്പെട്ടവരൊക്കെ ഇങ്ങനെ നല്ല സമ്പന്നരാകുന്നത് എന്തുകൊണ്ടാണ്? അവർ നല്ല വർധനം പ്രാപിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ വിഷയങ്ങൾക്ക് വിടുതൽ ലഭിക്കാതെ ഉഴയുമ്പോൾ അവർ ഒരു പ്രാർത്ഥനയും നടത്താതെ അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ സേവിച്ചുകൊണ്ട് അവർ സമ്പത്ത് ഉണ്ടാക്കുകയും വർധനം ഉണ്ടാക്കുകയും ചെയ്യുന്നത് നമുക്ക് പലപ്പോഴും അതിശയം തോന്നാറുണ്ട്. അതിനുള്ള ആൻസറാണ് ഈ വാക്യം. ഹല്ലേലൂയ. അവർ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുന്നു. സൂര്യൻ വെളിപ്പെടുമ്പോൾ അത് ദുഷ്ടനും നീതിമാനും ഒരുപോലെ ആയിരിക്കുന്നത് പോലെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവന്മാരുടെ മേലും ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുന്നു. നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യിക്കുന്ന ദൈവമാണ്. അപ്പോൾ അവരെ അനുഗ്രഹിക്കുന്നത് ദൈവമാണ്, അവർക്ക് മഴ നൽകുന്ന ദൈവമാണ്, അവർക്ക് സൂര്യനെ നൽകുന്ന ദൈവമാണ്, അവർക്ക് സമ്പത്തുണ്ടാക്കുവാൻ അനുവാദം കൊടുക്കുന്ന ദൈവമാണ്. ദുഷ്ടന്മാരെയും നീതിമാന്മാരുടെ പേരും ഒരുപോലെ മഴ അയക്കുന്ന ദൈവം, സൂര്യനെ ഉദിപ്പിക്കുന്ന ദൈവം. കാരണം അവന് മുഖപക്ഷമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എഫെസ്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ
നമ്മളുള്ള ഡ്യൂട്ടിയെ സംബന്ധിച്ചുള്ള ഒരു വാക്യം കൂടാണ് അതുകൂടെ വായിച്ചുകൊണ്ടിരിക്കാൻ നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്ന സ്ഥലത്ത് നമ്മളെ വായിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പോകും. നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ യജമാനന്മാരോടുള്ള നമ്മുടെ ഇടപെടൽ എങ്ങനെ ആയിരിക്കണം? കാരണം ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് പറയുന്ന ആ ലാസ്റ്റ് ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. നമ്മൾ ഡ്യൂട്ടി ചെയ്യുമ്പോൾ നമുക്കുള്ള ബോസുമാരോട് യജമാനന്മാരോട് നമ്മൾ എങ്ങനെ ആയിരിക്കണം? ജഡപ്രകാരമുള്ള യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ അങ്ങനെയാണോ അനുസരിക്കുന്നത്? നമ്മൾ രണ്ടുപേരും കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാനുള്ളൂ? നമ്മുടെ മാനേജ്മെന്റിന്റെ കുറ്റം പറയാനേ നമുക്ക് നേരുള്ളൂ. ഇതിലൂടെ ഒരു പാകിസ്ഥാനി ഒരു ഫിനാൻസ് മാനേജർ പുള്ളി ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ദുബായിക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ പുള്ളി അങ്ങ് തുടങ്ങും ഒരു സൈഡിൽ നിന്നും മാനേജ്മെന്റിന്റെ ബോസിനെ കുറ്റം പറയാനാണ് തുടങ്ങും. ഇത് കേൾക്കുമ്പോൾ ഞാൻ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പതുക്കെ ശരിയാണ് പുള്ളി അവർ കാണിച്ച തെറ്റാണ്. അപ്പൊ ഒരു ദിവസം ഞാൻ എന്താണ് ഇത് പുള്ളിയോട് കൂടി എന്ത് ചെയ്യാം? കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ? കർത്താവ് പറയുന്ന വചനത്തിൽ പറയുന്നുണ്ടാ, നിങ്ങളുടെ യജമാനന്മാരെ ക്രിസ്തുവിനെ പോലെ എന്ത് ചെയ്യണം? ഏകാഗ്രതയോടെ, ഭയത്തോടെ, വിറയലോടെ അനുസരിക്കണം. അങ്ങനെയാണ് ഇന്ന് മുതൽ നമ്മുടെ ബോസുമാരെ, നമ്മുടെ മാനേജ്മെന്റിനെ, നമ്മുടെ ഹോസ്പിറ്റലിനെ, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തെ കുറ്റം പറയാൻ പാടില്ല. മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ഇത് മനഃപൂർവ്വമായി ചെയ്യേണ്ട കാര്യമാണ്. അല്ലാതെ മനുഷ്യരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, മനഃപൂർവ്വമായി ചെയ്യേണ്ട കാര്യം. വായിച്ചാട്ടെ. ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ മനസ്സോടെ ചെയ്തും മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചുകൊണ്ട് അനുസരിപ്പിന്. അപ്പോൾ നമ്മുടെ മാനേജ്മെന്റിനെ, നമ്മുടെ ബോസിനെ, നമ്മുടെ കമ്പനിയെ നാം സ്നേഹിക്കുകയും അംഗീകരിക്കുകയും കർത്താവിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കണമെന്നാണ് ദൈവത്തിന് അതിന് പറയുന്നത്. അതായത് വായിച്ചാൽ അറിയുന്നല്ലോ. അടുത്ത വാക്യം, യജമാനന്മാരെ, ബിസിനസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ യജമാനന്മാരെ, അവരുടെയും നിങ്ങളുടെ യജമാനൻ സ്വർഗത്തിലുണ്ട്. അവന്റെ കണ്ടോ ആ വാക്യം വന്ന കണ്ടോ, അവന്റെ പക്കൽ മുഖപക്ഷമില്ല. യജമാനന്മാരെ, ഹല്ലേലൂയ, നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവർ, അത് നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുള്ളത് കൊണ്ട് അവന്റെ പക്കൽ മുഖപക്ഷമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും, അയ്യോ ഭീഷണി വാക്ക് പോലും പറയാൻ പാടില്ല, ഭീഷണി വാക്ക് ഒഴിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. കാരണം എന്താ കാര്യം? ദൈവത്തിന് മുഖപക്ഷം ഇല്ല. നമ്മുടെ കണ്ണുകൾ ദിവസം അടയ്ക്കാം. 2-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. സ്പീഡിൽ പോകുന്നില്ല. ഓരോ വാക്യങ്ങളിൽ നിന്നും വളരെ വളരെ സ്ലോയിൽ കാര്യങ്ങൾ ചിന്തിച്ചു പോവുകയാണ്. ഹല്ലേലൂയ. എന്ന് കേട്ട ദൈവത്തിന് മുമ്പിൽ നമ്മെ ഒന്ന് സമർപ്പിച്ചാണ്. ഹല്ലേലൂയ. അനീതിയിൽ രസിക്കുന്നവർക്ക് ദൈവത്തിന്റെ കോപവും ലഭിക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു ജാതി, ഒരു വർഗം, ഹല്ലേലൂയ, ഒരു ദൈവത്തെ അനുസരിക്കാതെ യേശു കർത്താവിനെ ക്രൂശിച്ചതുകൊണ്ട്, ഹല്ലേലൂയ, പ്രവാചകന്മാരെ കൊന്നതുകൊണ്ട് ജാതികളിലേക്ക് ദൈവിക സുവിശേഷം മാറ്റപ്പെടുവാനിടയായി. ഹല്ലേലൂയ. ജാതികളിലേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് രാത്രി നമുക്കും ഇവിടെ കർത്താവിനെ ആരാധിപ്പാനും ദൈവസ്ഥാനത്തെ അനുഭവിക്കുവാനും കഴിയുന്നത്. രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, വിശുദ്ധാത്മാഭിഷേകം പ്രാപിപ്പാൻ, ഹല്ലേലൂയ, നമുക്കിടയായിട്ടുള്ളത്. ഹല്ലേലൂയ. ദൈവം ചിലരെ, ഹല്ലേലൂയ, കേരളക്കരയിലേക്കും ഹല്ലേലൂയ ഇന്ത്യയിലേക്കും ഒക്കെ അയച്ചത് കൊണ്ടാണ് ഈ രക്ഷ അനുഭവിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകിയത്. ജാതികളോട് ദൈവത്തിന്റെ കരുണ വെളിപ്പെട്ടത് കൊണ്ടാണ് ഈ സന്തോഷം അനുഭവിപ്പാൻ, പരിശുദ്ധാത്മ നിറം അനുഭവിപ്പാൻ നമുക്ക് കഴിഞ്ഞത്. ദൈവം ക്രോധത്തിന്റെ ദൈവമാണെന്ന് നാം കേട്ട് കഴിഞ്ഞു. പാറകളെ പിളർക്കുന്ന രീതിയിൽ ദൈവത്തിന്റെ ക്രോധം വെളിപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ തങ്ങൾ ആശ്രയിക്കുന്നവർക്ക് അവന് ശരണമാണ്. യഹോവ നല്ലവനാണ്, തനിക്ക് ആശ്രയിക്കുന്നവർക്ക് അവൻ ശരണമായി മാറും. ഹല്ലേലൂയ. അതുകൊണ്ട് അനീതി അനുസരിക്കുന്നവർക്ക് ക്രോധം ലഭിക്കുമ്പോൾ നീതി അനുസരിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിപ്പാനിടയായിട്ടുണ്ട്. മാത്രമല്ല നാം കേട്ടു, ദൈവത്തിന് മുഖപക്ഷമില്ല. നീതിമാന്മാരുടെ മേൽ ദുഷ്ടന്മാരുടെ മേൽ ഒരുപോലെ മഞ്ഞും മഴയും അയക്കുന്ന, സൂര്യനെ ഉദിപ്പിക്കുന്ന, സകലത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. മെനഞ്ഞിരിക്കുന്ന നാം അവനോട്
ഞങ്ങളെ എങ്ങനെ ചമച്ചതെന്ന് ചോദിപ്പാൻ അവകാശമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ എന്തിനാ ഇങ്ങനെ പണിഞ്ഞതെന്ന് ചോദിപ്പാൻ, എന്നെ എങ്ങനെ ഏത് പാത്രമാക്കി മാറ്റിയെന്ന് ചോദിപ്പാൻ, നിർമ്മിച്ചവനോട് ചോദിപ്പാൻ നമുക്ക് അധികാരമില്ല. നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത്, നമ്മെ ദൈവം പ്രയോജനപ്പെടുത്തുവാൻ ആക്കുന്ന സ്ഥലത്ത്, ഉപയോഗിക്കുവാൻ ആക്കുന്ന സ്ഥലത്ത് ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നാം ഇപ്പോൾ കേട്ടതുപോലെ ഹല്ലേലൂയ, യജമാനന്റെ മടങ്ങിവരവ് ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ ഹല്ലേലൂയ, യജമാനൻ ദാസനെ ശിക്ഷിച്ചതുപോലെ ശിക്ഷ പ്രാപിപ്പാനല്ല കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം